بسم الله الرحمن الرحيم. نحمدك يا من شرح صدورنا لتلخيص البيان في إيضاح المعاني ونور قلوبنا بلوامع التبيان من مطالع المثاني، ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة، وعلى آله وأصحابه المهدزين قصب السبق في مضمار الفصاحة والبراعة. بسم الله الرحمن الرحيم. نحمدك ഇന്ന് നമ്മൾ സ്തുതിക്കുന്നു. ഇവിടെ ഈ ഹംദിന്റെ സീഹ അഹമ്മദുക്ക എന്ന് പറയുന്നിടത്ത് നഹ്മദുക്ക എന്ന് പറഞ്ഞു. മറ്റൊരു ചർച്ച അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഹംദിന്റെ സീഹകൾക്ക് പല രൂപത്തിലും ഹംദ് ചെയ്യാം. മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി നഹ്മദുക്ക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അഹമ്മദുക്ക എന്ന് പറയുന്നിടത്ത് നഹ്മദുക്ക എന്ന് പറഞ്ഞു. നമുക്കറിയാം അൽഹംസത്തുലിൽ മുത്തക്കല്ലിമി വഹദുഹു, ഹംസ ഉപയോഗിക്കൽ മുളാരിആയ ഫീലിന്റെ ആദ്യത്തിൽ നാല് സായിദയായ അക്ഷരങ്ങളിൽ ഒന്നുണ്ടാകും. അത് അൽഹംസത്തുലിൽ മുത്തക്കല്ലിമി വഹദുഹു. വന്നൂനു ലഹു, അത് മുത്തക്കല്ലിമിന് തന്നെ. ഹിദാക്കാന മഅഹു ഗൈറുഹു, മുത്തക്കല്ലിമിന്റെ കൂടെ ഗൈറ് വേണം, അപ്പോഴാണ് നൂന് ഉപയോഗിക്കൽ. അത് സായിദയായ അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ഫായില്, ഈ ഫിഇലിന്റെ ഫായില് ജമ്മ മുത്തക്കല്ലിമാണെന്ന് അറിയിക്കാനുള്ളൊരു ചിഹ്നമാണ് നൂന്. പക്ഷേ അധിക സ്ഥലങ്ങളിലും തഅലീമിന്റെ മക്കാമിൽ നൂനിനെ ഉപയോഗിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂന് നഹ്നു നഖുസ്സു അലൈക ഒരുപാടുണ്ട്. ഇവിടെ മുസന്നിഫിന്റെ മുറാദ് എന്താണ്? താൻ ഒറ്റക്കായിരിക്കെ, മുൻഫരിദൻ ആയിരിക്കെ നഹ്മദുക്ക എന്ന് പറഞ്ഞത് ഒന്നിരിക്കൽ അത് എന്താവാം? ജമ്മുൽ ജവാമിയിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ജമ്മുൽ ജവാമിയിൽ മുസന്നിഫ് താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുക്കല്ലാഹുമ്മ, അവിടെ ശാരിഹി പറഞ്ഞു വഅത്താബി നൂനിൽ അളമത്തി, അളമത്തിന്റെ നൂനിനെ കൊണ്ടുവന്നത് ലിഇൽഹാരി മൽസൂമിഹ, ആ അളമത്തിന്റെ മൽസൂമിനെ ലാഹിറാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലദീ ഹുവ നിഅമത്തുൻ, ആ മൽസൂമ് നിഅമത്താണ്. അതെന്തിനാൽ? മിൻ തഅലീമില്ലാഹി ലഹു ബിതഅഹീരിഹി ലിൽ ഇൽമി ഇംതിസാലൻ ലിഖൗലിഹി തആല വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അപ്പോൾ അളമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസന്നിഫിനെ തഅലീമ് ചെയ്തു. തഅലീമ് ചെയ്യലിനാൽ ലാസിമാണ് ഈ മുഅല്ലമിന് അളമത്തുണ്ടാകൽ. മുഅല്ലമിന് അളമത്തുണ്ടാകൽ ലാസിമാണ്. അപ്പൊ ലാസിമ് പറഞ്ഞ് മൽസൂമ് മുറാദ് എന്നാവാം. അല്ലെങ്കിൽ ഇവിടെ മുസന്നിഫ് തങ്ങളോടുകൂടെ മറ്റുള്ള ഹംദ് ചെയ്യുന്നവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നഹ്മദു എന്ന് പറഞ്ഞത്. അതൊക്കെ ദസൂഖിയിൽ പറഞ്ഞിട്ടുണ്ട്. വയഹ്തമിലു അന്നഹാ ലിൽ മുതകല്ലിമി വമഅഹു ഗൈറുഹു വൽ മുറാദു ബിൽ ഗൈരി ഇഖ്വാനുഹുൽ ഹാമിദൂന, അല്ലെങ്കിൽ അവിൽ ഉലമാഉ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ എന്തിന് മുസന്നിഫ് കൂടെ കൊണ്ടുവന്നു എന്നതാണ്. അത് ഒന്നിരിക്കൽ ഹംദിന്റെ കാര്യം എന്താണ്? ഒരു വലിയ പ്രശ്നമാണ്. ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്.
അള്ളാഹുവിനെ ഹംദ് ചെയ്യാന്നുള്ളത്. ലാ യഖൂമു ബിഹി ശഖ്സുൽ വാഹിദു ഫസ്തആന ബിഹിം അലൈഹി. ഹംദ് ചെയ്യാൻ അവരോട് സഹായത്തെ ചോദിച്ചു, അവരെയും കൂടി കൂട്ടി. അല്ലെങ്കിൽ മറ്റു വല്ല ലക്ഷ്യങ്ങളും ആവാം, എന്തോ ആവട്ടെ. അങ്ങനെ വെക്കുമ്പോൾ അത് ഹക്കീക്കിയായ നിലക്ക് തന്നെ പോവാം. ഇനി ഈ ഒയറുകൊണ്ടുള്ള ഉദ്ദേശം മുസന്നിഫിന്റെ ദാത്ത്, ഇതിന്റെ അജ്സാകളാവാം. അജ്സാ എന്ന് പറഞ്ഞാൽ ഹംദിന്റെ മൗലിദുകളായ മൂന്ന് മൗലിദുകൾ, ലിസാന്, ജനാന്, അർക്കാന്. ഇങ്ങനെ 3 മൗലിദുകളുണ്ട്. അർക്കാനുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നായിട്ട് എൻ്റെ ശരീരം മാസകലം അവർ സ്തുതിക്കുന്നു. അതിൽ എല്ലാം പെട്ടു, മുസന്നിഫും പെട്ടു, മുസന്നിഫിന്റെ അപ്പൊ മുസന്നിഫിലേക്ക് ഇസ്നാദ് ചേർത്ത് നോക്കുമ്പോൾ ഹക്കീക്കത്തും, അർക്കാന് അതുപോലെ തന്നെ ലിസാന്, ഇങ്ങനെയുള്ള ആലാത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് മജാസുമാകും. ഒരു ലഫ്ദ് കൊണ്ട് ഹക്കീക്കത്തിനെയും മജാസിനെയും ഒപ്പം ഉദ്ദേശിക്കാം എന്നാണല്ലോ നമ്മൾ ജവാബിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആവട്ടെ, നഹ്മദുക, നിന്നെ നമ്മൾ സ്തുതിക്കുന്നു. ഹംദ് ചെയ്യുമ്പോൾ ഹംദിന് 5 ഫർളുകളാണുള്ളത്, 5 ഹുക്നുകളുണ്ട് ഹംദിന്. എങ്കിലേ ഹംദ് അവിടെ വാക്കിയിൽ ഉണ്ടാവുകയുള്ളൂ. 5 അജ്സാ, ഹംദാവുന്ന ഈ കുല്ലിന് 5 റുക്നുകളുണ്ട്. ഒന്ന് സ്തുതിക്കുന്ന ആള് തന്നെ ഹാമിദ്, മറ്റൊന്ന് ആരെയാണോ സ്തുതിക്കുന്നത് മഹ്മൂദ്, മറ്റൊന്ന് ഹാമിദ് മഹ്മൂദ്, മഹ്മൂദ് അലൈഹി. മഹ്മൂദ് അലിഹി ഏതൊന്നിന്റെ മുക്കാബലയിലായിട്ടാണോ ഹംദ് ചെയ്തത്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഹംദ് ചെയ്യുന്നത്. അസനാഉ ബിൽ ലിസാനി അലാ ജമീലിൽ ഇഖ്തിയാരി. ആ ഇഖ്തിയാരിയായ ഒരു നല്ല കാര്യം, അതാണ് മഹ്മൂദ് അലൈഹി. മറ്റൊന്ന് മഹ്മൂദ് ബിഹി ശൈഖ. മഹ്മൂദ് ബിഹി എന്നാൽ ശൈഖന്റെ മദ്ലൂല്. അപ്പോ ഹാമിദ് മഹ്മൂദ്, മഹ്മൂദ് അലൈഹി, മഹ്മൂദ് ബിഹി സീഗ. സീഗന്റെ മദ്ലൂലാണ് മഹ്മൂദ് ബിഹി. ചില സമയത്ത് ഈ ഹാമിദും മഹ്മൂദും ദാത്താൽ ഒന്നാവാം. കാരണം അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അപ്പോ ഇവിടെ ഹാമിദും മഹ്മൂദും ഒന്നായി, ദാത്തിൽ തന്നെ ഒന്നായി. അങ്ങനെ ചിലപ്പോൾ 2 അധികം, പിന്നെ ഒരാള് ഒരു വ്യക്തി ആ വ്യക്തിയെ സ്തുതിക്കുക, ഞാൻ നല്ലവനാണ് എന്ന് പറയുക, അങ്ങനെയൊക്കെ ഉണ്ടാകാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന സയ്യിദു ഉൽദി ആദമ ലാ ഫഖറ അന അവ്വലു ശാഫിഇൻ വ മുശഫഇൻ യൗമൽ ഖിയാമ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയെ തന്നെ സ്തുതിച്ചതാണത്. അപ്പൊ അവിടെ ഹാമിദും മഹ്മൂദും ഒന്നായി. അതുപോലെ തന്നെ ഹാമിദും മഹ്മൂദും ഒന്നാകാം. മഹ്മൂദ് അലൈഹി, മഹ്മൂദ് ബിഹിയും ചിലപ്പോൾ ദാത്തിൽ ഒന്നാവാം, ഈത്തിബാറിൽ 2 ആണെങ്കിലും. മഹ്മൂദ് ബിഹി ശീഖന്റെ മദ്ലൂലാണല്ലോ. അപ്പൊ ഏതൊന്നിന്റെ മേലിലാണോ, ഏതാണ് നിഅമത്ത്, ഈ എന്താണ് ഇഖ്തിയാരിയ ജമീലായ കാര്യം, അതാണ് മഹ്മൂദ് അലിഹി. ആ കാര്യവും മഹ്മൂദ് ബിഹിയും ചിലപ്പോൾ ദാത്തിൽ ഒന്നാവാം, ദാത്തിൽ 2ഉം ആവാം. സയ്യിദുൻ കരീമുൻ എന്ന് ഒരാൾ പറഞ്ഞു. അത് എന്തിന്റെ മുക്കാബലയിലാട്ട് പറഞ്ഞു? ഈ സയ്യിദ് ഈ സ്തുതിച്ച ആളെ ഇക്റാം ചെയ്തു. അവിടെ കറമാണ് 2ഉം. മഹ്മൂദ് ബിഹിയും കറമാണ്, മഹ്മൂദ് അലിയും കറം. അപ്പോ അവിടെ ദാത്തിൽ ഒന്നായി, ഈത്തിബാറിൽ 2. ഇങ്ങനെ ഹാമിദും മഹ്മൂദും 2ആവാം, 1ഉമാവാം. മഹ്മൂദ് അലഹിയും മഹ്മൂദ് ബിഹിയും ദാത്തിൽ 1ആവുകയും ദാത്തിൽ 2ആവുകയും ചെയ്യാം.
ഇങ്ങനെ 5 റുക്കനുകളാണ് എന്തിനുള്ളത്? ഹംദിനുള്ളത്. നഹ്മദുക്ക, നിന്നെ നമ്മൾ സ്തുതിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം, നഹ്മദുക്ക എന്ന മഫ്ഊലിനെ ഖുർആനിൽ ഇയ്യാക നഅ്ബുദു, നഅ്ബുദുക്ക നസ്തഈനുക്ക എന്നല്ല ഫാത്തിഹ സൂറത്തിലുള്ളത്. മഫ്ഊലിനെ മുന്തിച്ചു. മുസന്നിഫ് ഇവിടെ എന്തുകൊണ്ട് മുന്തിച്ചില്ല എന്ന് ചിലർ ചിലപ്പോൾ ചോദിച്ചേക്കും. അതതിൻ്റെ അസലടിസ്ഥാനത്തിൽ പോയതാണ്. കാരണം മഫ്ഊലിനെ പിന്തിക്കലാണല്ലോ അസില്. ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു وقد يجاء بخلاف والأصل في الفاعل أن يتصل والأصل في المفعول أن ينفصل وقد يجاء بخلاف الأصل وقد يجي المفعول قبل الفعل وأخر المفعول إن لبس حذر أو أضمر الفاعل غير منحسر. ഫായിലുള്ള അസലെന്താണ്? അയ്യത്തസില, ഫീലിനോട് തൊട്ട് ചേർന്ന് വരിക. കാരണം ഫീലിന്റെ ഒരു ജുസ്ഉ പോലെയാണ് ഫായില്. മഫ്ഊലിലുള്ള അസല് അയ്യംഫസില, അത് വിട്ടു നിൽക്കലാണ്. അതായത് ഫായിലിന്റെയും പിന്നിൽ വരലാണ്. പക്ഷേ വഖദ് യുജാഉ ബിഖിലാഫിൽ ആസിലി, അധിക സമയം തീർച്ചയായിട്ടും അസിലിന് എതിരും വരും. വഖദ് യജിൽ മഫ്ഊലു ഖബ്ലൽ ഫീലി, ചിലപ്പോൾ മഫ്ഊല് ഫീലിന്റെ മുമ്പും വരും. ഫീലിന് മുമ്പ് വരൽ നിർബന്ധമായ ഘട്ടങ്ങളുണ്ട്, ജായിസായ അവസ്ഥകളുണ്ട്. അതൊക്കെ നഹ്വിയായ ചർച്ചകളാണ്. ഏതായാലും ഇവിടെ മുസന്നിഫ് ഇയ്യാക നഹ്മദു എന്ന് പറയാതെ നഹ്മദുക്ക എന്ന് പറഞ്ഞത് എന്താണ്? അത് അസിലായ നിലക്ക്, അസില് പിന്തലാണല്ലോ, ആ നിലക്ക് പിന്തിച്ചതാണ്. പിന്നെ മറ്റൊരു കാര്യം, നഹ്മദുക്ക ജലാലത്തിന്റെ ഇസ്മു പറയാതെ വഇന്നമാ അദല അനിസ്മിൽ ജലാലത്തില്ലദീ വറദത തഅബീറു ബിഹി ഫിൽ കിതാബി വസുന്നത്തി ഫീ മഖാമിൽ ഹംദി ഇലാ ലമീരിൽ ഖിത്താബി. ഖിത്താബിന്റെ ലമീറിലേക്ക് തെറ്റിയത് അത് നേരിട്ട് അല്ലാഹുവിനാണ് കാണുന്നത് പോലെയാണ് ഹംദ് ചെയ്യാൻ, ഇഖ്ലാസ് വർദ്ധിക്കാനാണ്. മറ്റേ ഹദീസിലുണ്ടല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഇഹ്സാൻ എന്നാൽ എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഹദീസിന്റെ അർത്ഥം എല്ലാ ഉസ്താദുമാർക്കും അറിയുന്നതുകൊണ്ട് അതിന്റെ അർത്ഥം വിവരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ കാണുന്നത് പോലെ നഹ്മദുക്ക, നിന്നെ നമ്മൾ സ്തുതിക്കുന്നു. തൊട്ടു മുമ്പിൽ അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത്? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ കണ്ടനാടി ഞരമ്പിനേക്കാൾ അടുത്തവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമീപത്ത് തന്നെയാണ്. എല്ലായിടത്തും അല്ലാഹു ഉണ്ടല്ലോ. ശരി, പിന്നെ ഇവിടെ ഈ സ്തുതിക്കാനുള്ള കാരണങ്ങൾ, ഇവിടെ ഏതിന്റെ മുക്കാബിലയിലായിട്ടാണ് അല്ലാഹു തആലാനെ മുസന്നിഫ് സ്തുതിച്ചത്? നഹ്മദുക്ക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നഹ്മദുക്ക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫി ഈദാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമി തിബിയാനി മിൻ മുത്താലിൽ മസാനി. അപ്പോൾ ഇവിടെ മഹ്മൂദ് അലൈഹി ശറഹു സുദൂറും തൻവീറുൽ ഖുലൂബുമാണ് ഇവിടുത്തെ മഹ്മൂദ് അലൈഹി. ഇവിടെ ആ കാരണം കൊണ്ടാണ് സ്തുതിക്കുന്നത്. പിന്നെ അപ്പോൾ ഇവിടെ മഹ്മൂദ് അലൈഹിയും മഹ്മൂദ് ബിഹിയും ദാത്തിൽ ഒന്നല്ല, രണ്ടാണ്. നഹ്മദുക്ക, അല്ലാഹുവേ നിന്നെ നമ്മൾ സ്തുതിക്കുന്നു. യാ മൻ ശറഹ സുദൂറനാ, യാ മന്നേ ഒരുവനെ, എങ്ങനെയുള്ള ഒരുവനാണ്? ശറഹ സുദൂറനാ,
നമ്മുടെ ഹൃദയങ്ങൾ അവൻ വിശാലമാക്കി തന്നിട്ടുണ്ട്. ഹൃദയത്തിന് വിശാലത കിട്ടിയാൽ എല്ലാം സഹിക്കാനും എല്ലാം ഉൾക്കൊള്ളാനും കഴിയും. അത് വലിയൊരു നിഅമത്താണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, അലം നശ്റഹ് ലക സദ്റക. നബിയെ, തങ്ങളുടെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നില്ലേ? മാത്രമല്ല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബിശ്റഹ് ലി സദ്രി, എന്റെ ഹൃദയത്തെ വിശാലമാക്കി തരണേ റബ്ബേ. അപ്പൊ അലം നശ്റഹ് ലക സദ്റക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അത് വലിയൊരു നിഅമത്താണിത്. അതൊരു വലിയ നിഅമത്തായതുകൊണ്ട് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അത് വലിയൊരു സംഭവമാണത്, ഹൃദയത്തിന് വിശാലത കിട്ടുക എന്നാൽ. റബ്ബി ശ്റഹ് ലി സദ്രി എന്ന് ദുആ ചെയ്തു. ഇതുപോലെയുള്ള പദങ്ങൾ ഖുർആനിൽ 5 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒന്ന് അലം നശ്റഹ് ലക സദ്റക, മറ്റൊന്ന് നഹ്ൽ സൂറത്ത് 18 വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദ്റാ, മറ്റൊന്ന് സുമർ സൂറത്ത് 22 അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. പിന്നെ അന്നാം സൂറത്ത് 125 ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ത്വഹ സൂറത്ത് 25 ആയത്ത് റബ്ബി ശ്റഹ് ലി സദ്രി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യാനുള്ള കാരണം അതൊരു വലിയ സംഭവമായതുകൊണ്ടാണ്, ഹൃദയത്തിന് വിശാലത കിട്ടുക. അപ്പൊ യാമന്യെ ഒരുവനെ ശറഹ, അവൻ വിശാലമാക്കി തന്നിട്ടുണ്ട് സുദൂറന, നമ്മുടെ ഹൃദയങ്ങളെ. സുദൂർ കൊണ്ട് സദർ കൊണ്ടുള്ള ഉദ്ദേശം കൽബാണ്. ഇനി കൽബിൽ ഹാലായ റൂഹും ഇവിടെ ഉദ്ദേശിക്കാം, അർവാഹുകൾ. ലിതൽഖീസിൽ ബയാനി, വിവരണം ചുരുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കി തന്നവനെ വിവരണം ചുരുക്കി വിവരിക്കാം. തൽഖീസുൽ ബയാൻ അതിന് ഇമാം മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി തഹ്ദീബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വബഅദു ഫഹാദാ ഗായത്തു തഹ്ദീബിൽ കലാമി ഫീ തഹ്ദീരിൽ മന്തിഖി വൽ കലാം വതക്രീബിൽ മറാമി മിൻ തക്രീരി അഖായിദിൽ ഇസ്ലാം. ഇത് കലാമിനെ ചുരുക്കലിന്റെ അങ്ങേയറ്റമാണ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതൊന്നും പറയാതിരിക്കുക. ഹശബ് തുത്തിവീലിനെ തൊട്ടൊക്കെ കലാമ് ആ സത്ത മാത്രം പറയുക, ആവശ്യമുള്ളത് മാത്രം പറയുക. അപ്പൊ തഹ്ദീബിൽ ശർഹ് തഹ്ദീബിന്റെ മത്തിനിൽ തഹ്ദീബുൽ കലാമ് കൊണ്ട് മുസന്നിഫ് ഏതൊന്നിനെ തൊട്ടാണോ ഇബാറത്തിട്ടത് അതിനെ തൊട്ട് തന്നെയാണ് ഇവിടെ തൽഖീസുൽ ബയാൻ എന്ന് പറഞ്ഞതും. ബയാൻ എന്ന് പറഞ്ഞാൽ കലാമുൽ ഫസീഹു, ഫസീഹായ കലാമാണ്. അപ്പൊ വിവരണം ചുരുക്കാൻ വേണ്ടി ഹൃദയത്തെ വിശാലമാക്കി. ഹൃദയത്തിന് വിശാലത ഉള്ളവർ ആവശ്യമുള്ളത് മാത്രം ആവശ്യത്തിനെ സംസാരിക്കുകയുള്ളൂ, വല്ലാതെ നീട്ടിപ്പറയുകയുമില്ല. എന്തോടുകൂടെ ഫീലാഹിൽ മആനി, മഅനകളെ വെളിവാക്കലോടുകൂടെ, മഅനകളെ വെളിവാക്കലോടുകൂടെ വിവരണം ചുരുക്കാൻ അല്ലെങ്കിൽ ചുരുക്കി വിവരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കിയവനായ ഒരുവനെ നഹ്മദുക, നിന്നെ നമ്മൾ സ്തുതിക്കുന്നു. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാൻ ഫീ ഈലാഹിൽ മആനി. ഇവിടെ ഫീ ഈലാഹിൽ മആനി എന്ന് പറഞ്ഞുകൊടുത്ത് യഹ്തമിലു അൻ തകൂന ഫീ ബിമഅന മഇ അലാ ഹദ്ദി ഖൗലിഹി തആല ഉദ്ഖുലു ഫീ ഉമമിൻ. അങ്ങനെയുണ്ട്. ജമ്മുൽ ജവാമിയിൽ പറഞ്ഞിട്ടുണ്ട്. 16ാമത്തെ ഹർഫ് ഫീ ആയിട്ട് ലിദ്ദർഫൈനി. അപ്പൊ ഈ ലർഫിയത്തൈനി എന്നാണ് പറയേണ്ടത്, അവിടെ തസമ്മുഹുണ്ടെന്നാണ്. കാരണം അവിടെ മുസന്നിഫ് ഹർഫുകളുടെ മായന പറയാണ്. ലർഫ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലർഫു വഖത്തുൻ നൗമക്കാനുൻ
ഫീ ബിത്തിറാദിൻ കഹുനം ഖുസ് അസ്മുനാ. ലർഫ് എന്ന് പറഞ്ഞാൽ വഖ്തോ മക്കാനോ ആണ്. ഫീന്റെ മാന ഉൾക്കൊണ്ട വഖ്തോ മക്കാനോ ആണ് ലർഫ്. 16-ാമത്തത് ഫീ ആണ് ലിൽ ലർഫൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്, അതായത് ഫീ ലിൽ ലർഫൈനി എന്ന് പറഞ്ഞാൽ ലിൽ ലർഫിയത്തൈനി. ലർഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൗനു ശൈഇ മുസ്തഖറൻ ഫീഹി ഗൈറുഹു. അതാണ് ലർഫിയത്തിന്റെ തഅരീഫ്. ഫീന്റെ ഹഖീഖിയ മഅനിയാണത്. കൗനു ശൈഇ മുസ്തഖറൻ ഫീഹി ഗൈറുഹു, അതാണ് ലർഫിയത്ത്. മറ്റൊന്ന് അതിൽ മുസ്തഖറാവുക. അല്ലെങ്കിൽ കൗനു ശൈഇ സമാനൻ ഔ മക്കാനിൻ ലിഗൈരിഹി. അതിന്റെ കഴിഞ്ഞിട്ട് വൽ മുസാഹബത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. മഅന്റെ മഅനാക്കും ഫീ വരും. ഒത്തഇലീലി, തഇലീലിന്റെ മഅനാക്കും വരും. അപ്പോ മഅന്റെ മഅനാക്കാകുമ്പോ ഫീ ഈലാഹിൽ മആനി, മഅനകളെ വെളിവാക്കലോട് കൂടെ. ഏതിന്റെ മഅനകൾ? ആ ബയാൻ ആകുന്ന ഫസീഹായ കലാമ്, ആ കലാമിന്റെ മഅനകളെ വെളിവാക്കലോടൊപ്പം അല്ലെങ്കിൽ വെളിവാക്കലോട് കൂടെ. അപ്പൊ ബിദ്അത്ത് മഖ്സൂദ് എന്താവും? മആനിയെ ഇലാഹി ചെയ്യലാണ്. അപ്പോൾ മആനിയെ ഇലാഹി ചെയ്യുമ്പോൾ ബയാൻ ചുരുക്കുക. അതിനാണ് ഹൃദയം വിശാലമാക്കി തന്നത്. അപ്പൊ തൽഖീസുൽ ബയാൻ എന്താണ്? ബിദ്അത്ത് ബിത്തബഉ മഖ്സൂദും, ഈലാഹുൽ മആനി ബിദ്അത്ത് മഖ്സൂദാവും. അങ്ങനെയല്ലോ. വലിയവരുടെ കൂടെ ചെറിയവര് വരാം. ഉമ്മ ആരുടെ കൂടെ താമസിക്കുന്നത്? മക്കളെ കൂടെയല്ല. മക്കള് ഉമ്മയുടെയും ബാപ്പയുടെയും കൂടെ താമസിക്കുക. അല്ല മക്കളെ കൂടെ ഉമ്മയും ബാപ്പയും താമസിക്കുക, അങ്ങനെ അല്ലല്ലോ യഥാർത്ഥത്തില്. അവരുടെ കൂടെ നമ്മൾ താമസിക്കുക. ഇനി ഫീ ഏത് എന്താവാം? ഈ ഫീക്ക് മഅന്റെ മന തഅലീലിന്റെ മഅനയും വയഹ്തമിൽ അൻ തകൂന ബിമാന ലാമി തഅലീലി. അപ്പൊ തഅലീലിന്റെ അപ്പൊ മുത്തഅല്ലിഖ് ഏതാണ്? തൽഖീസിനോട് മഅനകളെ വെളിവാക്കാൻ വേണ്ടി ചുരുക്കാൻ ഹൃദയങ്ങളെ വിശാലമാക്കി തന്നു. എനിക്ക് ഫീക്ക ലർഫിയത്തിന്റെ മഅനയും വെക്കാം. അപ്പൊ എന്താ അർത്ഥം? ലർഫിയത്തിന്റെ മഅന. അപ്പോ അതിന്റെ മുത്തഅല്ലിഖ് ഒരു മഹ്ദൂഫായിരിക്കും. തൽഖീസിന് സിഫത്തായ ഒരു മഹ്ദൂഫ്, അല്ലെങ്കിൽ ബയാനിന്. അപ്പൊ കലാമിൽ ഹദ്ഫുണ്ട് നോക്കേണ്ടി വരും. അപ്പോ എങ്ങനത്തെ ചുരുക്കല്? അൽ കായിനു, അല്ലെങ്കിൽ എങ്ങനത്തെ വിവരണം? അൽ ബയാനുൽ കായിനു, അത്തൽഖീസുൽ കായിനു, അല്ലെങ്കിൽ അൽ ബയാനുൽ കായിനു ഫീ വഖ്തി ഈലാഹിൽ മആനി. മഅനകളെ വെളിവാക്കുന്ന അവസരത്തിൽ ഉള്ളതായ ബയാൻ ചുരുക്കൽ, വിവരണം ചുരുക്കൽ എന്നർത്ഥം. ഫീന്റെ മഅനയും വെക്കാം. ഇനി ഇവിടെ ആ രണ്ട് ഫന്നും ഉദ്ദേശിക്കാം. ഇൽമുൽ ബയാനും ഇൽമുൽ മആനിയും. ഇൽമുൽ ബയാനിനെ ചുരുക്കി പറയാൻ, ചുരുക്കി വിവരിക്കാൻ ഫീ ഈലാഹിൽ മആനി, ഇൽമുൽ മആനിയെ വെളിവാക്കലോടുകൂടെ രണ്ട് ഇൽമും ആ രണ്ട് ഫന്നും ഇവിടെ ഉദ്ദേശിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ്? യാ മുഹമ്മദുക്ക, നിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നു. യാ മന്നേ, ഒരുവനെ. എങ്ങനത്തെ ഒരുവനാണ്? ശറഹ സുദൂറന, നമ്മുടെ ഹൃദയങ്ങൾ അവൻ വിശാലമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള യാ ഒരുവനെ എന്തിനു വേണ്ടി വിശാലമാക്കി? തൽഖീസിൽ ബയാനി, വിവരണം ചുരുക്കാൻ വേണ്ടി. ഫീ ഈലാഹിൽ മആനി, മഅനകളെ വെളിവാക്കലോടുകൂടെ, അല്ലെങ്കിൽ മഅനകളെ വെളിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ബയാനിന്റെ മഅനകളെ വെളിവാക്കുന്ന സമയത്ത് എന്നൊക്കെ മഅന വെക്കാം. വനവ്വറ ഖുലൂബനാ ബിലവാമി ഇത്തിബിയാൻ. വനവ്വറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഖുലൂബന, നമ്മുടെ കൽബുകൾക്ക് പ്രകാശം നൽകി.
എന്തുകൊണ്ട് പ്രകാശം നൽകി ബില്ലവാമി തിബിയാൻ ബില്ലവാമി തിബിയാൻ. തിബിയാൻ എന്ന് പറഞ്ഞാൽ തെളിവ് സഹിതമുള്ള വിവരണം. അപ്പോൾ ഇവിടെ മുശബ്ബഹ് ബിഹിനെ മുശബ്ബഹിലേക്ക് ഇലാഫത്ത് ചെയ്തു എന്ന് പറയാം. മുശബ്ബഹ് ബിഹിയെ മുശബ്ബഹിലേക്ക് ഇലാഫത്ത്. തിബിയാൻ. അപ്പൊ നക്ഷത്രങ്ങൾ ലാമിയത്തിന്റെ ജമ്മാണ് ലവാമിയ. അപ്പൊ എന്തായി പ്രകാശം നൽകുന്ന നക്ഷത്രങ്ങളെ പോലെയുള്ള തെളിവ് സഹിതമുള്ള വിവരണങ്ങളെ കൊണ്ട്. അപ്പോൾ തെളിവ് രേഖാമൂലമുള്ള വിവരണം, അതാണ് തിബിയാൻ. രേഖാമൂലമുള്ള വിവരണങ്ങളെ കൊണ്ട് എന്നർത്ഥം. ഈ തിബിയാൻ രേഖാമൂലമുള്ള വിവരണങ്ങളെ, കലാമിനെ എന്തിനോട് തശ്ബീഹാക്കി? നക്ഷത്രങ്ങൾ പോലെയുള്ള കവാക്കിബ്, ശംസ്, ഖമർ എന്നിവയോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹിയെ മുശബ്ബഹിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പൊ രേഖാമൂലമുള്ള തിളങ്ങുന്ന രേഖാമൂലമുള്ള വിവരണങ്ങളെ കൊണ്ട്, തിളക്കമുള്ള രേഖാമൂലമുള്ള വിവരണങ്ങളെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് പ്രകാശം നൽകി. അങ്ങനെയുള്ള യാതൊരുവനെ വനംവറ കുലൂബന, നമ്മുടെ കൽബുകൾക്ക് അവൻ പ്രകാശം നൽകി ബിലവാമി ഇത്തിബിയാനി, തിളക്കമുള്ള രേഖാമൂലമുള്ള വിവരണങ്ങളെ കൊണ്ട്. ബയാൻ തിബിയാൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ബയാൻ തിബിയാൻ അഹസും മറ്റത് ആമുമാണ്. ഒന്ന് ഹാസും ഒന്ന് ആമുമാണ്. തിബിയാനിൽ ബയാനുണ്ട്, ബയാനിലെല്ലാം തിബിയാനില്ല. രേഖാമൂലമുള്ള വിവരണം, അതിനാണ് തിബിയാൻ എന്ന് പറയുന്നത്. മസ്തറാണ് അത്. പിന്നെ ഇവിടെ ഏത് മാനയും വെക്കാം. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? തിബിയാനിനെ ലവാമീനോട് തശ്ബീഹാക്കുമ്പോൾ ഇവിടെ പറഞ്ഞത് തശ്ബീഹാക്കുമ്പോൾ ഇസ്തിഗ്റാഖിൽ അത്തിബിയാനിലെ അലിഫിലാമ് ഇസ്തിഗ്റാഖിൽ കാക്കണം. ഫയകൂന ജമ്മൻ ഫിൽ മഅന. അപ്പോ തിബിയാൻ എന്തായി? മഅനയിൽ ജമ്മായി. ഫൽ മുലാഅമത്തു ബൈനൽ മുശബ്ബഹി വൽ മുശബ്ബഹി ബിഹി ഫിൽ ജംഇയ്യത്തി ഹാസിലത്തുൻ. അപ്പോൾ മുശബ്ബഹു ബിഹിയും മുശബ്ബഹും ജംഇയ്യത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വൈനൈദിൻ ഫലാ യുഖാലു, പറയപ്പെടുകയില്ല, ഇന്ന ഫീഹി തശ്ബീഹുൽ മുഫ്രദി ബിൽ ജംഇ വഹുവ മംനൂഉൻ, അത് മംനൂ ആണല്ലോ എന്ന് ഇവിടെ മിണ്ടിപ്പോവണ്ട. അൽഫിലാമ് ഇസ്തിഗ്റാഖിൻ്റെതാക്കിയാൽ മതി. ഇങ്ങനെ വേറെയും പല മായനകൾ അവിടെ എടുത്തിട്ടുണ്ട്. അത് സൂക്കി നോക്കിയാൽ കാണാം. ഔ യുഖാലു അന്നഹു ഖസദൽ മുബാലഗത ഫീ തശ്ബീഹി ബി ജംഇൽ ലവാമി ഹൈസു ജഅലുഹു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെ പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മായന നമുക്ക് വെച്ചു പോകാം. വനംവറ ഖുലൂബന, നമ്മുടെ കൽബുകളെ അവൻ പ്രകാശിപ്പിച്ചു ബിലവാമിഹി തിബിയാനി, നക്ഷത്രങ്ങളോട് തുല്യമായ രേഖാമൂലമുള്ള വിവരണങ്ങളെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് പ്രകാശം നൽകിയതായി യാതൊരുവനെ ഇന്ന് നമ്മൾ സ്തുതിക്കുന്നു. മിമ്മത്താലി ഇൽ മസാനി. ഇവിടെ മിമ്മത്താലി ഇൽ മസാനി എന്ന് പറഞ്ഞത് തിബിയാനിൽ നിന്ന് ഹാലാക്കാം. എപ്പോ തിബിയാൻ എന്നതിനെ ലവാബിനോട് തശ്ബീഹാക്കുമ്പോൾ ലവാമിയും തിബിയാനും മുറാദും തന്നെയാണല്ലോ. അപ്പൊ തിബിയാനിൽ നിന്ന് ഹാല്, ആ രേഖാമൂലമുള്ള വിവരണങ്ങൾ തന്നെ മിമ്മത്താലി ഇൽ മസാനി, മടക്കി ഓതുന്ന ഖുർആനിന്റെ ലഫ്ളുകളുടെ കാരണങ്ങളാലായ നിലയിൽ തിബിയാനിൽ നിന്ന് ഹാല്.
മടക്കി മിമ്മത്താലിയിൽ മസാനി, മടക്കി മടക്കി ഓതുന്ന ഖുർആനിന്റെ അൽഫാദുകളാലായ നിലയിൽ, അതിന്റെ കാരണത്തിനാലായ നിലയിൽ എന്നാക്കാം. ഇനി ഇവിടെ ബിലവാമി ഇത്തിബിയാനി എന്ന് പറഞ്ഞു കൊടുത്ത് മറ്റൊരു മാനയുണ്ട്. അതെന്താണ്? ഈ ലവാമി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം മൈനകള്. തിബിയാൻ എന്ന് പറഞ്ഞത് രേഖാമൂലമുള്ള കലാമാണല്ലോ. ആ തിബിയാനിന്റെ മൈനകളെ എന്തിനോട് തശ്ബീഹാക്കി? ഈ നക്ഷത്രങ്ങളോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹിയെ പറഞ്ഞു. അപ്പൊ ലവാമി കൊണ്ടുള്ള ഉദ്ദേശം എന്തായി? മആനിയായി. മുശബ്ബഹ് ബിഹിനെ പറഞ്ഞിട്ട് മുശബ്ബഹ് ഉദ്ദേശിക്കുക, ഇസ്തിആറത്ത് മുസറഹത്തായിട്ട്. മുശബ്ബഹ് ബിഹിനെ പറഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? തിബിയാനിനെ ലവാമിയിനോട് തശ്ബീഹാക്കിയതാ. എന്നിട്ട് മുശബ്ബഹ് ബിഹിനെ മുശബ്ബഹിലേക്ക് ഇളാഫത്ത് ചെയ്തു. തിളക്കമുള്ള രേഖാമൂലമുള്ള വിവരണങ്ങളെ കൊണ്ട് നമ്മുടെ കൽബുകൾക്ക് പ്രകാശം നൽകിയവനായ യാ ഒരുവനെ. മറ്റൊരു മാന പറഞ്ഞിട്ടുള്ളത് തിബിയാനിന്റെ ആ കലാമിന്റെ മൈനകളെ എന്തിനോട് തശ്ബീഹാക്കുക? ഈ ലാമിയത്ത്, ഈ പ്രകാശിക്കുന്ന അഞ്ചുമ് കവാക്കിബിനോടൊക്കെ തശ്ബീഹാക്കിയിട്ട്. അപ്പൊ പിന്നെ ഇവിടെ ലവാമി ആണ്. തിബിയാൻ മദ്ലൂലിനെ ദാലിലേക്ക് ഇളാഫത്ത് ചെയ്തതാവും. അപ്പൊ മദ്ലൂലിനെ ദാലിലേക്ക് ഇളാഫത്ത് ചെയ്തു എന്ന് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ മൗസൂഫിനെ സിഫത്തിലേക്ക് ഇളാഫത്ത് എന്നൊക്കെ വെക്കേണ്ടി വരും. അപ്പോ മുശബ്ബഹ് ബിഹിനെ മുശബ്ബഹിലേക്ക് ഇളാഫത്ത് നോക്കുമ്പോൾ തിബിയാനിൽ നിന്ന് ഹാലാക്കാം. ഇനി ലവാമി കൊണ്ടുള്ള ഉദ്ദേശം മആനിയാകുമ്പോൾ മആനിയിൽ നിന്നും ഹാലാക്കാം. മഅനകൾ തന്നെ എവിടുന്ന് കിട്ടിയതാണ്? ഖുർആനിന്റെ ലഫ്ളുകളെ ചിന്തിച്ച കാരണത്താൽ കിട്ടിയത്. മിമ്മത്താലിയിൽ മസാനി. ഇവിടെ ഖുർആനിന്റെ ലഫ്ളുകൾ എന്തിനോട് തശ്ബീഹാക്കി? മിമ്മത്താലിയിൽ മസാനി എന്ന് പറഞ്ഞു കൊടുത്ത് കൗക്കബുകൾ ഉദിക്കുന്ന സ്ഥലങ്ങളോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹിയെ പറഞ്ഞു. അതും ഇസ്തിആറത്ത് മുസറഹല്ലേ. കൗക്കബുകൾ ഉദിക്കുന്ന നക്ഷത്രങ്ങൾ ഉദിക്കുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളോട് ആരെ തശ്ബീഹാക്കി? ഖുർആനിന്റെ അൽഫാദുകളെ തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹിനെ പറഞ്ഞത്. ഈ ഭാഗത്ത് ഇങ്ങനെ കുറെ ഇസ്തിആറത്തും മറ്റതും മറിച്ചതായിട്ട് കുറെ അങ്ങോട്ട് ആ വിഷയം തുടങ്ങുന്ന വരെ ഇതെന്റെ പണി. ഖുർആനിന്റെ ലഫ്ളുകളാലായ നിലയിൽ. അപ്പോൾ ആ രേഖാമൂലമുള്ള തിബിയാൻ വിവരണം തന്നെ ഖുർആനിന്റെ അൽഫാദുകളുടെ കാരണത്താൽ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ആ മായനകൾ ഖുർആനിന്റെ അൽഫാദുകളിൽ നിന്ന് മനസ്സിലാക്കിയത്. വനുസല്ലി, നമ്മൾ സലാത്ത് ചൊല്ലുന്നു. അപ്പൊ അത് മനസ്സിലായി. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാൻ ഫി ഈളാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമി ഇസ്തിബിയാനി മിൻ മത്താലിഇൽ മസാനി. വനുസല്ലി, നമ്മൾ സലാത്ത് ചൊല്ലുന്നു അലാ നബിയിക, പടച്ചവനായ അല്ലാഹുവേ നിന്റെ നബിയുടെ മേൽ നമ്മൾ സലാത്ത് ചൊല്ലുന്നു. മുഹമ്മദിൻ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. എങ്ങനെയുള്ള മുഹമ്മദ് നബിയാണ്? അൽ മുഅയ്യദി ദലായിലു ഇജാസിഹി, ആ നബിയുടെ ഇജാസിന്റെ ദലീലുകൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. ബി അസ്റാറിൽ ബലാഗത്തി, സാഹിത്യശാസ്ത്രത്തിന്റെ രഹസ്യങ്ങളെ കൊണ്ട് ഇജാസിന്റെ ദലീലുകൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. ബലാഗത്ത് എന്ന് പറഞ്ഞാല് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുത്താബഖത്തുൽ കലാമിലി മുഖ്തദൽ ഹാൽ, സന്ദർഭത്തിനോട് ഒത്ത സംസാരം, അതാണ് ബലാഗത്ത്. അതിന്റെ സിറുകൾ എന്ന് പറഞ്ഞാൽ ആ ഹാല്, സന്ദർഭം തേടുന്ന കാര്യങ്ങള്. അല്ലുമൂറിലെത്തി യക്തനിഹൽ ഹാലു, ഇൻകാറുള്ള സമയത്ത് തൈക്കീത് ചെയ്യൽ, ഇതൊക്കെയാണ് അതിന്റെ സിറുകൾ.
അത് സിർന്ന് വെക്കാൻ കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലല്ലോ. അത് രണ്ടാളുടെ ഇടയിലുള്ള രഹസ്യങ്ങളെ ചില രഹസ്യമായ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന ചില അസ്റാറുകളാണത്. ബലാഗത്തിന്റെ സാഹിത്യശാസ്ത്രത്തിന്റെ അസ്റാറുകളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇജാസിന്റെ ദലീലുകൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മുഹമ്മദ് നബി, ആ നബിയുടെ മേൽ റബ്ബേ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു കേട്ടോ. വഅലാ ആലിഹി വ അസ്ഹാബിഹി അൽ മുഹരിസീന, എങ്ങനെയുള്ള ആലും അസ്ഹാബുമാണ് ഒരുമിച്ച് കൂട്ടിയവർ. കസ്ബസബക്കി, മുങ്കടക്കൽ എന്ന അമ്പും കുറ്റിയെ, എവിടെയുള്ള അമ്പും കുറ്റി? ഫീ മിദ്മാരിൽ ഫസാഹത്തി വൽ ബറാഅത്തി, ഫസാഹത്തിന്റെയും ബറാഅത്തിന്റെയും മൈതാനിയിൽ കുഴിച്ചിട്ടതായ മുങ്കടക്കൽ എന്ന അമ്പും കുറ്റികളെ ഒരുമിച്ച് കൂട്ടിയവരായ ആല് അസ്ഹാബിന്റെ മേലിലും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. മത്സരത്തിന്റെ സമയത്ത് മൈതാനിയിൽ കുതിര സവാരിക്കാര് മൈതാനിയിലെ സെന്ററിലോ അല്ലെങ്കിൽ ഒരു തൊറഫിലോ ഒരു കുറ്റി വെച്ചിട്ടുണ്ടാവും. ആദ്യം പോയിട്ട് ഏത് കുതിരയാണ് അതിനെ തൊടുന്നത് അവനാണ് വിജയി. അപ്പൊ ഇവിടെ വിജയികൾ മത്സരത്തിന്റെ ഇതൊരു ഇസ്തിഹാറത്ത് തംസീലിയത്താണ് ഇവിടെ. മുറക്കബിനോട് ഇസ്തിഹാറത്ത് ചെയ്തതാ. ഇസ്തിഹാറത്ത് തംസീലിയത്ത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആലും അസ്ഹാബും ഫസാഹത്തിന്റെയും ബറാഅത്തിന്റെയും അഅ്ലാ മർത്തബകളെ ഒരുമിച്ച് കൂട്ടിയവരാണ്. അവരാണ് ഫസാഹത്തിലും ബറാഅത്തിലും, ബറാഅത്തിന് എല്ലാ വിഷയത്തിലും പൂർണ്ണമായവർ. അപ്പോൾ ഈ രണ്ട് വിഷയത്തിൽ അവരെ പോലെ മറ്റുള്ളവരെ കാണാൻ കഴിയില്ല. ഫസാഹത്തിന്റെയും ബറാഅത്തിന്റെ മൈതാനിയിൽ കുഴിച്ചിട്ടതായ മുങ്കടക്കൽ എന്ന അമ്മും കുറ്റിയെ ഒരുമിച്ച് കൂട്ടിയവരായ എന്നാണ് ഇവിടുത്തെ അർത്ഥം. അപ്പോ സിഫത്തുലില്ലാലി സബക്കസ്, ചില നുസ്ഖയിൽ കസബാത്തി സബക്കുന്നുണ്ട്. അപ്പൊ ദാലിന മദുലൂലിലേക്ക് ഇലാഫത്താണ് ഇവിടെ. കസബ് സബക്ക് ദാലിന മദുലൂലിലേക്ക്. ഈ അമ്പുംകുറ്റിയാണ് മുങ്കടക്കലിന്റെ മേൽ അറിയിക്കുന്നത്. അയ്യൽ കസബ ദാല അല സബക്കീൻ, വിജയത്തിന്റെ മേൽ അറിയിക്കുന്ന അമ്പും കുറ്റികളെ ഒരുമിച്ച് കൂട്ടിയവർ എന്നർത്ഥം. ഫീ മിദ്മാരിൽ ഫസാഹത്തി വൽ ബറാഅത്തി, ഫസാഹത്തിന്റെയും ബറാഅത്തിന്റെയും മൈതാനിയിൽ. അപ്പൊ ഇസ്തിആറത്ത് തംസീലിയത്താണ് ഇവിടെ ഉള്ളത്. അത് സൂക്കിയിലൊക്കെ ഒന്ന് മുത്താല ചെയ്താൽ മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.